ഹായ് കൂട്ടുകാരെ, മൈ ചാനൽ ഓൾ ഇൻ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ മൊബൈൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ കൈൻമാസ്റ്ററെ കുറിച്ചുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനെ പ്ലേ സ്റ്റോറിൽ വെച്ചിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ കൈൻമാസ്റ്റർ ഞാൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്തു കൈൻമാസ്റ്റർ വന്നു. നമ്മൾ ഇതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിലേക്ക് പോകാവുന്നതാണ്. പല റേഷ്യോയുള്ള പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സെലക്ട് ദ എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് ദ പ്രൊജക്റ്റ്, അതായത് 16:9 എന്ന റേഷ്യോ എടുക്കാം. അത് വന്നിരിക്കുകയാണ്. ഇതിൽ നമുക്ക് മീഡിയ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട്, ഫേവറേറ്റ്സ്, ക്ലൗഡ് സ്റ്റോറേജ് കൂടാതെ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഫയൽസും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് പല നിറത്തിലുള്ളതുണ്ട്, പിന്നെ ചുരുക്കം ചില ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ ഞാനൊരു ചിത്രം എടുക്കുന്നു. ഇത് സെലക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ദൈർഘ്യം എത്രത്തോളം വീഡിയോക്ക് നീളം വേണോ അത്ര വരെ, ബാക്ക്ഗ്രൗണ്ടായി എത്ര വീഡിയോ നീളം വേണോ അത്ര വരെ നമുക്ക് സെലക്ട് ചെയ്ത് അത് നീളം കൂട്ടാവുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു, എൻ്റെ നീളം റെഡിയായി. പിന്നെ ഇതിൽ ഉള്ളത് മീഡിയ കൂടാതെ സെലക്ട് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റെഡി ആയി കഴിഞ്ഞാൽ മീഡിയ കൂടാതെ ഓഡിയോ, വോയിസ് കൂടാതെ ലെയർ, ഇത്തരം സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ ലെയർ എടുക്കാം. ലെയർ എടുത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ ചെയ്യാം. ടെക്സ്റ്റ് എടുത്ത് ഞാനൊരു സൺ എന്ന ടൈറ്റിൽ കൊടുക്കുന്നു. അത് നമുക്ക് വലുതാക്കാം. ഇതിന് കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അതിന് പിന്നെ നമുക്ക് അതിൻ്റെ അക്ഷരങ്ങൾ പല രീതിയിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റോബോട്ടോ ബോൾഡ് ചെയ്യുന്നു. അത് ചെയ്തു. അടുത്ത് നമുക്കതിനെ ആനിമേഷൻ കൊടുക്കാം, ഓവറോൾ ആനിമേഷൻ കൊടുക്കാം, ഔട്ട് ആനിമേഷൻ കൊടുക്കാം, ആൽഫ കൊടുക്കാം, ബ്ലെൻഡിങ് കൊടുക്കാം, റൊട്ടേറ്റ് കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, ടെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം, ഔട്ട്ലൈൻ കൊടുക്കാം. ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നു. ഒരു കളർ കൊടുക്കുന്നു, കറുപ്പ് കളർ കൊടുത്തു. ഇനി നമുക്കത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആനിമേഷൻ കൊടുക്കുന്നു. ഞാനൊരു ആനിമേഷൻ സൈഡ് ലെഫ്റ്റ് കൊടുക്കും. വേണ്ട, സ്ലൈഡ് ലെഫ്റ്റിന് പകരം ആനിമേഷൻ സ്ലൈഡ് അപ്പ് കൊടുത്തു നോക്കാം. ഞാൻ സ്ലൈഡ് അപ്പ് കൊടുത്തു, സെൻറ്ററാക്കി വെച്ചു. അടുത്തായി വേറൊരു ടെക്സ്റ്റും കൂടെ കൊടുക്കുന്നു. ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം ക്ലിക്ക് ചെയ്യുന്നു. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു കളറ് കൊടുക്കുന്നു. കളറ് പച്ച കൊടുക്കുന്നു. ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു.
കറുപ്പ് ഔട്ട്ലൈനും കൊടുക്കുന്നു. എന്നിട്ട് അതിനെ സ്ലൈഡ് ആനിമേഷനിൽ സ്ലൈഡ് ലെഫ്റ്റ് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യാം. റൈറ്റ് കട്ട് ചെയ്യുന്നു. റൈറ്റ് കട്ട് ചെയ്യുന്നു. അടുത്തത് ബാക്ക്ഗ്രൗണ്ടും അധികം ആവശ്യമില്ല, അതിന് ശേഷം നമുക്ക് വീഡിയോ ഇടാവുന്നതാണ്. റൈറ്റ് കട്ട് ചെയ്യുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോ അതിൽ ആഡ് ചെയ്യുക. ക്യാമറ എടുക്കുന്നു. അതിൽ ഞാനൊരു വീഡിയോ എടുക്കുന്നു, ഇത് കൊടുക്കുന്നു. വീഡിയോ എടുക്കാം. വീഡിയോ ചെയ്യുന്നു.